ബന്ധങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ എല്ലാ ബന്ധങ്ങളും അത്ര നല്ലതൊന്നുമല്ല. ഓരോ ബന്ധങ്ങളിലും ചില വാർണിംഗ് സൈൻസ് കിട്ടാറുണ്ട്. നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന, ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, ചിലപ്പോൾ അത് അവിടെ വെച്ച് തന്നെ നമുക്ക് എല്ലാം നമുക്കൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പുസ്തകം അടക്കി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരുപാട് വാർണിംഗ് സൈൻസ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇത്തരത്തിലുള്ള വാർണിംഗ് സൈൻസിനെയാണ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പിലുള്ള റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിലേഷൻഷിപ്സിലുള്ള റെഡ് ഫ്ലാഗ്സ് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഏറ്റവും ആദ്യം പറയേണ്ടത് നിങ്ങളെ ബഹുമാനം ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ വിചാരിക്കും എന്നോട് സ്നേഹം ഉണ്ടല്ലോ, അത് മതി, ഞാൻ അതിനു വേണ്ടി എല്ലാം സഹിച്ചോളാം. ഒരിക്കലും അല്ല. സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലെ ബെയർ മിനിമം, വളരെ കഷ്ടിച്ച് കിട്ടാവുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷേ നമ്മൾ ബഹുമാനിക്കപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ തരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്നേഹത്തിലുപരി, ഒരു സ്നേഹത്തെക്കാൾ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്, നമ്മൾ അർഹിക്കുന്ന തരത്തിൽ ബഹുമാനിക്കുക എന്നുള്ളത്. ഈ ബഹുമാനം ഇല്ലാത്ത ഒരു പ്രവണത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. വിശ്വാസമില്ലായ്മ. നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാളെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല. പക്ഷെ പല റിലേഷൻഷിപ്പിലും ഈ വിശ്വാസമില്ലായ്മയെ ഒരു പൊസസീവ്നെസ് ആയിട്ടൊക്കെ എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോട്ട് പോയിട്ട് ഭാവിയിൽ വലിയ വലിയ ആഘാതങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരാറുമുണ്ട്. അപ്പോൾ ബഹുമാനമില്ലായ്മ പോലെ തന്നെ വിശ്വാസമില്ലായ്മയും കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്തോ, അത് ഒരു അടുത്ത റെഡ് ഫ്ലാഗ് ആണ്. നെക്സ്റ്റ് റെഡ് ഫ്ലാഗ്, നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ. അതും കൂടുതലോ സ്നേഹത്തിന്റെ തീവ്രതയോ ഒന്നുമല്ല. ഈ കൺട്രോളിങ് പോകെ നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന രീതിയിലേക്ക്, നിങ്ങളുടെ കഴുത്തിന് ചുറ്റും മുറുകുന്ന ഒരു കുരുക്കായിട്ടൊക്കെ മാറാനുള്ള ചാൻസ് എന്നല്ല, അതങ്ങനെ തന്നെ മാറും. അപ്പൊ അതുകൊണ്ട് ഓവർലി കൺട്രോളിങ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നോട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത റെഡ് ഫ്ലാഗ് നോട്ട് ചെയ്തോ, ഇമോഷണൽ സപ്പോർട്ട് തരാത്ത ഒരാള്. ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടുന്നതിലുപരി നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചേർത്ത് പിടിക്കലും കൂടെ നിൽക്കലും ഒക്കെ വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ വാക്വം സ്പേസ് നിങ്ങൾക്ക് മിക്കപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ആ ആള് നിങ്ങളെ കൂടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ പറയുന്ന സങ്കടങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടെ നിങ്ങളെ അയാൾക്ക് സ്ട്രോങ് ആയിട്ട് ചേർത്ത് നിർത്താനും കൂടെ നിർത്താനും ഒക്കെ കഴിയും. ഏതൊരാൾക്കും കഴിയും. അപ്പൊ അതിന് താല്പര്യപ്പെടുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും അതും ഒരു റെഡ് ഫ്ലാഗ് ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒരു 80s 90s ഉള്ള ഒരുപാട് ഭാര്യമാരൊക്കെ അയ്യോ സ്നേഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുട്ടികളെ ഓർത്ത് സഹിക്കാം എന്ന് കരുതി സഹിച്ച ഒരു വൻകിട റെഡ് ഫ്ലാഗ് ആണ് ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല, മെന്റലി ഓർ ഇമോഷണലി, ഈവൻ നിങ്ങളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഏതൊരു പെരുമാറ്റവും ഒരു ഇമോഷണൽ അബ്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ മെന്റൽ അബ്യൂസ്, നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ പ്രഹരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മെന്റൽ അബ്യൂസ് ആണ്. ഫിസിക്കൽ അബ്യൂസ് അറിയാലോ, ശാരീരികമായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള പെരുമാറ്റത്തെയും, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ഏതൊരു ബിഹേവിയറിനെയും നിങ്ങൾക്ക് അത് ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയാവുന്നതാണ്. സോ ഫിസിക്കൽ, മെന്റൽ ഓർ ഇമോഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും അബ്യൂസസ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തി കാണിക്കുന്നുണ്ടെങ്കിൽ നിമിഷം രക്ഷപ്പെട്ടോ. അടുത്ത റെഡ് ഫ്ലാഗ് നോട്ട് ചെയ്തോ, കുറെ കാലം മുമ്പ് വരെയൊന്നും അധികം ആരും ലേബൽ ചെയ്യപ്പെടാത്ത, ഇതാണ് എന്ന് കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ പോയതും, എന്നാൽ ഇന്ന് ഒരുപാട് പേര് മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതായത് നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ വിചാരിക്കുന്നത് ഈ ലോകം മൊത്തം കറങ്ങുന്നത് അയാൾക്ക് ചുറ്റുമാണ്, അയാൾ തന്നെയാണ് ഈ ലോകത്തിന്റെ അധ്യുപൻ. എന്റെ കൂടെ റിലേഷൻഷിപ്പിലുള്ള ഏതൊരാളും ആവട്ടെ, അയാളുടെ റിസോഴ്സസ് എല്ലാം പരമാവധി ഞാൻ ഊറ്റിയെടുത്ത് ഞാൻ സ്വയം വളരുകയും പതിയെ അയാളെ ഡീവാല്യൂ ചെയ്ത് ചവിട്ടി അരച്ച് അയാളെ ഒരു സൈഡാക്കുകയും ചെയ്യാം. അങ്ങനെയാണ്. ആ ആൾ എപ്പോഴും എന്റെ കൺട്രോളിലായിരിക്കണം. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കില്ല. അവർ സ്നേഹിക്കുന്നത് അവർക്ക് നിങ്ങളുടെ മേലുള്ള ആ ഒരു
നിയന്ത്രണ അധികാരത്തെയാണ് അവര് സ്നേഹിക്കുക, നിങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തെയാണ് അവര് സ്നേഹിക്കുന്നത്. ശരിക്കും സ്നേഹിക്കാനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്ത ഒരു സ്വഭാവ വൈകല്യത്തെയാണ് എന്തെന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് ബിഹേവിയർ എന്ന് പറയാൻ പറ്റി ഒരുപാട് പറയാനുണ്ട്. ചുരുക്കത്തിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രെയ്റ്റ്സ് ആ ഒരു വ്യക്തി നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു റെഡ് ഫ്ലാഗ് ആണ്. ഏതിനും നിങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഞാനില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല, അങ്ങനെ ഒരു തോന്നൽ ആ വ്യക്തി നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് അമിതമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി ആ ആള് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ആദ്യമൊക്കെ കൊള്ളാം, എന്നെ അത്രയധികം ഡിപ്പെൻഡന്റ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ എല്ലാത്തിനും വേണം, എന്നെ ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് തോന്നുമെങ്കിലും പിന്നെ പിന്നെ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്കൊന്ന് താങ്ങാവാൻ ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക. എന്നാൽ നിങ്ങളെല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് നിൽക്കേണ്ടി വരിക. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയല്ലല്ലോ, നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫും നമ്മുടെ ഇമോഷൻസും ഒന്നും ഒരുപോലെ ഇരിക്കില്ല. സോ നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ കൂടെ താങ്ങി നിർത്താൻ പറ്റുന്ന ഒരാളെയാണ്, മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും തുണയാവാൻ പറ്റുന്നവരെയാണല്ലോ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അമിതമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി, ഒരു കോ ഡിപ്പെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ നോട്ട് ഡൗൺ, ഇറ്റ്സ് എ റെഡ് ഫ്ലാഗ്. നെക്സ്റ്റ് റെഡ് ഫ്ലാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കേണ്ട സാഹചര്യങ്ങളെ എപ്പോഴും ഒഴിവാക്കി വിടുന്ന ഒരാളാണ്. ഞാൻ പറയുന്നത് യുദ്ധം ഒഴിവാക്കുന്ന ഒരാളെ അല്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് ചില ഡിസഗ്രിമെന്റ്സ് ഒക്കെ വരാം, ചില കാര്യങ്ങളിലല്ല, പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിപ്പുകളും സ്വരച്ചേർച്ചയില്ലായ്മയും ഒക്കെ വരും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അത് ഒന്ന് പരസ്പരം സംസാരിച്ച് എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് ഞാൻ പറയുമ്പോൾ ആ ആള് കേൾക്കുകയും, അതുപോലെ ആ ആൾക്ക് യോജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിയോജിപ്പുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ഞാൻ ഒന്ന് ലിസൺ ചെയ്തിട്ട് എന്താണെന്ന് മനസ്സിലാക്കി ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് ഉള്ള വഴി കൂടുതൽ വ്യക്തമായി നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ജേർണി സാധ്യമാകുക. പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാക്കാൻ നിൽക്കുന്നത് നമ്മുടെ റൂമിലുള്ള ഡസ്റ്റ് എല്ലാം കൂടി നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കി ഒരു കാർപ്പറ്റിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് റൂം ക്ലീൻ ആണെന്ന് പറയുന്നതിന് തുല്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ കാർപ്പറ്റിന്റെ താഴെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചത് പുറത്തേക്ക് വരും. അതുപോലെ ഏതെങ്കിലും ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ മൊമെന്റിൽ ഈ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന പറയാതിരുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരും. അത് മറ്റേ ആൾക്ക്, അതായത് ആരാണോ പറയുന്നത് ആ ആൾക്ക് പിന്നീട് കുറ്റബോധം ഉണ്ടാക്കും. അത് ആരാണോ കേൾക്കുന്നത് അവർക്ക് തീർത്താൽ തീരാത്ത ഒരു മുറിവായിട്ട് അത് മാറുകയും ചെയ്യും. നെക്സ്റ്റ് റെഡ് ഫ്ലാഗ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിങ്ങിനെ പറ്റി നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയി സംസാരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്താണെന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ട് സംസാരിച്ചിട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ റിയാലിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ മെമ്മറിയെ തന്നെ നിങ്ങൾ സംശയിക്കുന്ന ഒരു അവസ്ഥ. അതായത് നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുന്ന ഒരു കാര്യത്തെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നോ അത് അങ്ങനെയല്ല മറ്റൊരു തരത്തിലാണ് നടന്നിട്ടുള്ളതെന്ന് ആ വ്യക്തി നിങ്ങളെ വിശ്വസിപ്പിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ആ സമയത്ത് തന്നെ അത് അങ്ങനെ അല്ല എന്നും മറ്റൊരു തരത്തിലാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന അവസ്ഥയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ റിയാലിറ്റിയെയും നമ്മുടെ മെമ്മറിയെയും ഒക്കെ നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യിപ്പിക്കുന്ന, നമ്മളിൽ തന്നെ സംശയം ഉണ്ടാക്കുന്ന ഒരു മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ആണ് ഗ്യാസ് ലൈറ്റ്. അത് കാണുന്നുണ്ടെങ്കിൽ അതും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റെഡ് ഫ്ലാഗ് ആണ്. ഇനി അടുത്ത റെഡ് ഫ്ലാഗ്, അതായത് നിങ്ങളെ മറ്റുള്ള എല്ലാ സോഷ്യൽ കണക്ഷൻസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട റെഡ് ഫ്ലാഗ്സ് മാത്രമാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. ഏറ്റവും അവസാനത്തേത് പറയുന്നത് ഒരു ജലസി അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സിനോട് പോലും അയാൾക്ക് അസൂയ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന വാല്യൂ, നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് എല്ലാത്തിനോടും ജലസി കാണിക്കുന്ന ഒരാളാണെങ്കിൽ, എല്ലാത്തിനോടും അല്ലെങ്കിൽ പോലും ഏതിനെങ്കിലുമൊക്കെ ജലസി കാണിക്കുന്നെങ്കിൽ അതും തീർച്ചയായിട്ടും ജലസി എന്ന് പറയുന്നത് ഒരു സ്ലോ പോയിസൺ ആണ്. അത് ഒരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് റെഡ് ഫ്ലാഗ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ റെഡ് ഫ്ലാഗ്സ് എല്ലാം മനസ്സിൽ എപ്പോഴും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ഓർക്കേണ്ട കാര്യങ്ങളാണ്. ഇത്
വാർണിംഗ് സൈൻസ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കി അത് അഡ്രസ് ചെയ്ത് മൂവ് ഓൺ ചെയ്ത് ബുദ്ധിപൂർവ്വം ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ഒരു മനസ്സും ശരീരവും കൂടി ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒന്നായി തീർന്നിട്ടുണ്ട് നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് always be alert about all these red flags. Bye. Nice test today.